ഒരാളെ എങ്ങനെ വേദനിപ്പിക്കാം എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മലയാളികൾക്കാണ്. മലയാളി പൊളിയല്ലേ? തെറി കേട്ടാലും കുഴപ്പമില്ല, കുത്തുവർത്താനം കേൾക്കാൻ വയ്യ. ആണോ? അയ്യടാ പാവം. കുറെ കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ. അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ. കമൻസ് ഇപ്പോൾ വായിക്കാറില്ല. പണ്ട് കമൻസ് വായിച്ചപ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഞാൻ മോഹൻലാലിനെ മമ്മൂട്ടിയെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ശരിയാണ്, എനിക്ക് വലിയ ഗ്ലാമർ ഒന്നുമില്ല. എനിക്ക് കളറില്ല, ഗ്ലാമറില്ല, കാശില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ എൻ്റെ എല്ലാ പ്രണയങ്ങളും പൊളിഞ്ഞത്. ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് വിഷമങ്ങൾ പറയുമ്പോൾ ദുരന്തം പറച്ചിലാ പറയും. എന്തായാലും തിയേറ്ററിലൂടെ ആദ്യം വേറെ ആള് ഞാനാണ്. അതിന് കാശുവല്ലോ അമൃതമായാലും അമൃതവും വിഷം, സ്നേഹം കൂടി പോയാലും പ്രശ്നമാണ്. അന്റെ കുറെ പോയിന്റ്സ് ഉണ്ടല്ലേ? സിനിമയിൽ മാത്രമല്ലേ നായകൻ വിജയിക്കാൻ, ജീവിതത്തിൽ നായകൻ ഫെയിലർ അല്ലേ? ഞാൻ ദുഃഖിക്കുകയാണ്, നിങ്ങളെ ഹാപ്പി ആയില്ലേ, അത് മതി. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഞാൻ ദുഃഖിക്കുകയാണ്, നിങ്ങളെ ഹാപ്പി ആയില്ലേ, അത് മതി. ഞാൻ ഓരോ നിമിഷം വേദനിക്കുകയാണെങ്കിലും നിങ്ങൾ എന്റെ വേദന കണ്ട് എൻജോയ് ചെയ്ത് ഹാപ്പി ആവുണ്ടല്ലോ, അത് മതി. എന്റെ പൊന്നു നായിട്ട് അവരൊക്കെ അറിയിക്കണം. ബേബി ചേട്ടനല്ലേ?